നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അതായത് 2 മാർക്സിൻ്റെയും 1 മാർക്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസുകൾ. അറിയാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ സബ് ക്വസ്റ്റ്യൻസുകളുണ്ടാകും. അങ്ങനെയുള്ള സബ് ക്വസ്റ്റ്യൻസുകൾ സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന കുറച്ച് സബ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തതെന്നുണ്ടെങ്കിൽ കാണുക. വീഡിയോയുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ നോക്കുക, ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണയായിട്ട് ചോദിക്കുന്ന കുറച്ചൊരു കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. നോക്കുക, ഗ്രാഫാണ്, പൊസിഷൻ ടൈം ഗ്രാഫാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫ് വന്നിട്ട് അത് ഏതുതരം ഗ്രാഫാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് വന്നിട്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ 1 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുക, പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഫീച്ചേഴ്സുകളാണ്. നമുക്കറിയാം, ഒബ്ജക്റ്റ് റെസ്റ്റ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല, റെസ്റ്റ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് ഓർക്കുക സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് പാരലൽ ടു ടൈം ആക്സിസ് ആയിരിക്കും കേട്ടോ. അതായത് പൊസിഷൻ ടൈം ആണ്. പൊസിഷൻ ടൈം ഗ്രാഫിൽ ഒബ്ജക്റ്റ് റെസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഈസ് പാരലൽ ടു ടൈം ആക്സിസ് കേട്ടോ. അത് ഓർത്തോളൂ കേട്ടോ. അവിടെ വെലോസിറ്റി 0 ആയിരിക്കും, സ്ലോപ്പും 0 ആയിരിക്കും. കാര്യങ്ങൾ നോക്കുക. ഇനി അതുപോലെ തന്നെ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ കാണിച്ചിരിക്കുന്ന ഗ്രാഫാണത്. സ്ലാൻഡ് ആയിട്ടായിരിക്കും. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആണ്, അത് ഇൻക്ലൈൻ ടു ദ ടൈം ആക്സിസ്. ഓർക്കോ കേട്ടോ, സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇൻക്ലൈൻ ടു ദ ടൈം ആക്സിസ് ആണ്. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി ആയിരിക്കും. അപ്പം ആദ്യത്തെ ഗ്രാഫ് തോന്നിയിരിക്കുന്ന വെലോസിറ്റി പോസിറ്റീവ് ആണ് കേട്ടോ, കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ പോസിറ്റീവ് ആണ്. രണ്ടാമത്തെ കേസിൽ വരുമ്പം വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ താഴേക്കല്ല വരുന്നത്, അതായത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാഫ് കണ്ടാൽ ഓർത്തോണം, പൊസിഷൻ ടൈം ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി കൂടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ അത് നെഗറ്റീവും ആയിരിക്കും. യൂണിഫോം വെലോസിറ്റി. ഇനി യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ, യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ അത് കർവ്ഡ് ആയിരിക്കും. അത് ഗ്രാഫ് ഈസ് പരാബോളിക് ഇൻ നേച്ചർ, പരാബോളിക് ആയിട്ടുള്ള രീതിയിലുള്ള ഗ്രാഫ് ആയിരിക്കും. അതിൻ്റെ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഗീവ്സ് എ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റി ആയിരിക്കും അതിൻ്റെ സ്ലോപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. സ്ലോപ്പ് ഒരുപോലെ ആയിരിക്കില്ല, സ്ലോപ്പ് ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റി ആയിരിക്കും അവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ആ കർവ് നോക്കുക, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കുകയല്ല, അതുപോലെ തന്നെ നെഗറ്റീവ് ആക്സിലേഷൻ വരുന്നുണ്ട്, പോസിറ്റീവ് ആക്സിലേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് കൃത്യമായിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇരിക്കുക. പൊസിഷൻ ടൈം ഗ്രാഫ്. ഇനി അടുത്ത് നോക്കുക, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. എപ്പോഴും ഓർത്തണം, ടൈം എപ്പോഴും എക്സ് ആക്സിസിലായിരിക്കും കേട്ടോ. ഇവിടെ വെലോസിറ്റി വൈ ആക്സിസിലാണ്. അത് യൂണിഫോം മോഷനിലാണെന്നുണ്ടെങ്കിൽ, അതായത് യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ. യൂണിഫോം മോഷൻ ആദ്യത്തെ ഗ്രാഫ് അതാണ് പറഞ്ഞിരിക്കുന്നത്, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാരലൽ ടു ടൈം ആക്സിസ്. ഏതിൻ്റെ കേസിലാണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് കേട്ടോ. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ കേസിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ആ ഒരു കേസിലുണ്ടെന്ന ഗ്രാഫ് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാരലൽ ടു ടൈം ആക്സിസ് ആണ്. ഇനി അതിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ. അത് പ്രത്യേകം ഓർത്തണം കേട്ടോ. നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോബ്ലം ചോദിക്കാറുണ്ട് ഈ ഗ്രാഫ് വെച്ചിട്ട്. അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫ് അത് എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ആവുകയാണെന്ന് ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്താണ് നമുക്ക് അവിടെ കിട്ടുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ. പ്രത്യേകം ഓർത്തോളുക, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ. ഇനി യൂണിഫോം ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ, യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് കണ്ടല്ലോ, ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് കേട്ടോ. യൂണിഫോം ആക്സിലറേഷൻ ആണ്, ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പോസിറ്റീവ് സ്ലോപ്പാണ്. സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഗീവ്സ് എ ആക്സിലറേഷൻ കേട്ടോ. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ആക്സിലറേഷൻ. ഇപ്പോൾ ഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? അതിൻ്റെ സ്ലോപ്പ് എടുത്ത് വെച്ചാൽ മതി. ക്ലിയർ ആയല്ലോ. ഇനി ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദാറ്റ് ഇൻ്റർവൽ. ഇപ്പം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ നമ്മൾ കണ്ടു, ആദ്യത്തെ കേസിൽ കണ്ടു, ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്താണ് കിട്ടുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പം യൂണിഫോം ആക്സിലറേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദാറ്റ് ഇൻ്റർവൽ. ആ ഇൻ്റർവെല്ലിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. ഇനി അടുത്തൊരു കേസും കൊണ്ടുണ്ട്, നോൺ യൂണിഫോം ആക്സിലറേഷൻ. അങ്ങനെയാകുമ്പോൾ അവിടെ ഓർക്കുക, ഗ്രാഫ് എന്ന് വെച്ചാൽ ഒരു കർവ്ഡ് ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലായിടത്തും ആക്സിലറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കും. നോൺ യൂണിഫോം എന്ന് പറയുമ്പോൾ എന്താണ്? ആക്സിലറേഷൻ ഓരോ പോയിന്റിലെയും ആക്സിലറേഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കും.
ഗ്രാഫ് ഒരു കർവ്ഡ് ആയിരിക്കും. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഓഫ് ദ ബോഡി അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് കേട്ടോ. അത് ഓർത്തോളൂ കേട്ടോ. വെലോസിറ്റി ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അതിൽ നോൺ യൂണിഫോം ആക്സിലറേഷൻ സ്ലോപ്പ് കിട്ടുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ ആണെന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ? അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫും കണ്ടു, പൊസിഷൻ ടൈം ഗ്രാഫും മനസ്സിലാക്കി. ഇത് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് ഗ്രാഫ് വന്നിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പം എന്താണ് കിട്ടുന്ന ഏരിയ അണ്ടർ ദ ഗ്രാഫ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, മറന്നു പോകല്. സ്ലോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്നത് ആക്സിലറേഷൻ ആണ്. ഇനി ഒരു ഗ്രാഫ് കൂടെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. യൂണിഫോം ആക്സിലറേഷൻ ആവുകയാണെങ്കിൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാരലൽ ടു ടൈം ആക്സിസ് ആണ്. ഏരിയ അണ്ടർ ദ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി. അത് പ്രത്യേകം നോട്ട് ചെയ്തോളൂ കേട്ടോ. ഏരിയ അണ്ടർ ദ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്താണോ കിട്ടുന്നത്? വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അത് യൂണിഫോം ആക്സിലറേഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നോൺ യൂണിഫോം ആക്സിലറേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ദ ടൈം ആക്സിസ് കേട്ടോ. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ടൈം ആക്സിസിൽ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഏരിയ അണ്ടർ ദ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ആവുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. ഇത് ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. ഈ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ് കേട്ടോ. ഈ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ സബ്പാർട്ടായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെയാണ്. അപ്പം പ്രൊജക്റ്റൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്, സബ് പാർട്ടിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണിത്. നോക്കാം. ക്യാൻ എ ബോഡി ഹാവ് സീറോ വെലോസിറ്റി ആൻഡ് നോൺ സീറോ ആക്സിലറേഷൻ? ഒരു ബോഡിക്ക് സീറോ വെലോസിറ്റിയും നോൺ സീറോ ആക്സിലറേഷനും ഉണ്ടാവോ? ഇത് പലതരത്തിൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ഉണ്ട്. എപ്പോഴാണ് സീറോ വെലോസിറ്റി ആകുന്നത്? എപ്പോഴാണ്? ഹയസ്റ്റ് മുകളിലേക്ക് അപ്വേർഡായിട്ട് മൂവ് ചെയ്യുമ്പോൾ, ഒരു ഒബ്ജക്റ്റ് അപ്വേർഡായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ എന്താണ്? അതിന് സീറോ വെലോസിറ്റി ആണ്. ആ ഹയസ്റ്റ് പോയിന്റിൽ സീറോ വെലോസിറ്റി ആണ്. പക്ഷേ അതിന് ആക്സിലറേഷൻ ഉണ്ടല്ലേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂലം ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഉണ്ട്. ഓർത്തോളൂ കേട്ടോ. ഒരു ബോഡിക്ക് സീറോ വെലോസിറ്റിയും നോൺ സീറോ ആക്സിലറേഷനും പോസിബിൾ ആണ്. എപ്പോഴാണ്? എ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ആ സീറോ വെലോസിറ്റി അറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിന്റ്. സീറോ വെലോസിറ്റി ആണ് ഹയസ്റ്റ് പോയിന്റ്. അതുപോലെ തന്നെ ബട്ട് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഇറ്റ് ഹാസ് ആൻ ആക്സിലറേഷൻ. ആ ഹയസ്റ്റ് പോയിന്റിൽ തന്നെ ഒരു ആക്സിലറേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. A body is thrown vertically upwards. What is its velocity and acceleration at the top? സെയിം ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചിട്ടെന്നുള്ളൂ കേട്ടോ. ഒരു ബോൾ അല്ലെങ്കിൽ മുകളിലേക്ക് എറിയാണ്. വെലോസിറ്റി ആൻഡ് ആ ടോപ്പിലെ വെലോസിറ്റി ആക്സിലറേഷൻ. ടോപ്പിൽ വെലോസിറ്റി ഏതാണ്? നമ്മൾ പറഞ്ഞു ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി സീറോ ആണ്. ആക്സിലറേഷൻ ഉണ്ടല്ലേ? ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. Can the direction of velocity of a body change when acceleration is constant? എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെലോസിറ്റി, ഒരു ബോഡിയുടെ വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമോയെന്ന്. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ചേഞ്ച് ചെയ്യും. ഉണ്ട്. അതെപ്പോഴാണ്? നമുക്കറിയാം, ഒരു വസ്തു മുകളിലോട്ട് എറിയുമ്പോൾ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. മുകളിലോട്ട് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനാണ്. പിന്നെ ഹയസ്റ്റ് പോയിന്റിൽ വന്നിട്ട് തിരിച്ച് താഴോട്ട് പോകുമ്പോൾ അടുത്ത ഡയറക്ഷനാണല്ലേ. പക്ഷേ ആക്സിലറേഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? ഓൾവേസ് ഡൗൺവേർഡ് ആയിരിക്കും. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓർത്തോളുക. വെൻ എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ചസ് ഡ്യൂറിങ് ഇറ്റ്സ് റൈസ് ആൻഡ് ഫോൾ. അല്ലേ? മുകളിലോട്ട് പോകുമ്പോൾ ഒരു ഡയറക്ഷനാണ്, താഴോട്ട് പോകുമ്പോൾ അടുത്ത ഡയറക്ഷനാണ്. ബട്ട് ആക്സിലറേഷൻ ഈസ് ഓൾവേസ് ഡൗൺവേർഡ്സ് ആൻഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആയല്ലോ? ഇത് മിക്കപ്പോഴും പ്രൊജക്റ്റൈൽ മോഷനുമായിട്ട് ചോദിക്കുന്ന ആ ഒരു സെക്ഷനിൽ ഉണ്ടാകുന്ന സബ് ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് കേട്ടോ. Then next question നോക്കുക. Why the graph shown below cannot represent one-dimensional motion of a particle? കണ്ടില്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അതിലൊരു സർക്കുലർ പാത്തിൽ കൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതെന്തുകൊണ്ടാണ് വൺ ഡയമെൻഷണൽ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, ടൈമുണ്ട്, വെലോസിറ്റി ഉണ്ട് അല്ലേ? വെലോസിറ്റിക്ക് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റിക്ക് 2 പോയിന്റിൽ വെലോസിറ്റിക്ക് വാല്യൂ വരുന്നുണ്ട് ഇല്ലേ? ആ പോസിറ്റീവ് വൈ ആക്സിസിൽ ഒരു വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വൈ ആക്സിസിലും ഒരു വാല്യൂ ഉണ്ട്. വൺ ഡയമെൻഷൻ മോഷനിൽ അങ്ങനെയാണോ? അല്ല, ഒറ്റൊരു ഡയറക്ഷൻ മാത്രമല്ല ഉണ്ടാകത്തുള്ളൂ ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വൺ ഡയമെൻഷൻ മോഷൻ അല്ല. ഓർത്തോളൂ കേട്ടോ. ഹിയർ 2 വാല്യൂസ് ഓഫ് വെലോസിറ്റി അറ്റ് എ സിംഗിൾ ടൈം ഇല്ലേ? ഒരു സിംഗിൾ ടൈമിൽ
2 വാല്യൂസ്, 0 എന്ന് പറയുന്ന സമയത്ത് തന്നെ 2 വാല്യൂസ് ഉണ്ട് വെലോസിറ്റിക്ക് ഇല്ലേ. ദിസ് ഈസ് നോട്ട് പോസിബിൾ ഇൻ 1 ഡയമെൻഷണൽ മോഷൻ. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, സ്ഥിരം ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഒരു കാർ ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഇറ്റ് മൂവ്സ് ഫ്രം O to P in 18 seconds and returns from P to Q in 6 seconds. What are the average velocity and average speed of the car in going from O to P and from O to P and back to Q? സ്ഥിരം ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മിക്ക വർഷങ്ങളിലും ചോദിച്ചു കാണുന്നതാണ്. നോക്കിയോളെ, ഇങ്ങനെ ഒരു തന്നിരിക്കും, അതിൻ്റെ വാല്യൂസൊക്കെ കണ്ടുപിടിക്കണം, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അവിടെ പറയുന്നുണ്ട് O to P O to Pയിൽ നിന്നുള്ള അതിലേക്കുള്ള ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും കണ്ടുപിടിക്കണം. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമാണ്. O തൊട്ട് P വരെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 360 ആണ്. അവിടുത്തെ സമയം അല്ലേ, സമയം പറയുന്നുണ്ട് 18 O to P, ക്വസ്റ്റിനിൽ തന്നെ പറയുന്നുണ്ട് O to P വരെ 18 സെക്കൻഡാന്ന് പറയുന്നുണ്ട്. അപ്പം 18 സെക്കൻഡ് വാല്യൂ കിട്ടും, 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ആവറേജ് സ്പീഡ് കേട്ടോ, വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്, പ്രത്യേകം ഓർത്തോണം, സ്പീഡിന് ഡയറക്ഷൻ ഒന്നുമില്ല കേട്ടോ. അപ്പം ദെൻ ആവറേജ് സ്പീഡ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിക്കാം അല്ലേ. O തൊട്ട് P വരെയാണ്, 360 ഡിവൈഡ് ബൈ 18 ആണ്, ബൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് O to P ആൻഡ് ബാക്ക് ടു Q എന്ന് പറഞ്ഞിട്ടുണ്ട്. O to P, O തൊട്ട് P വരെ വരുന്ന കാര്യം നമ്മൾ കണ്ടു, അത് കഴിഞ്ഞ് തിരിച്ച് Qവിലേക്കും വരുന്നുണ്ട്. അപ്പോഴത്തെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പം O to P വരെയുള്ള നമുക്ക് ഓൾറെഡി 360 ആണെന്ന് കണ്ടു. അത് കഴിഞ്ഞ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, അത് കഴിഞ്ഞ് P തൊട്ട് Qവിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്ര അവിടെ കുറയുന്നുണ്ട്, തിരിച്ച് ഡയറക്ഷനും വരുന്നുണ്ട്. അപ്പോൾ അതാണ് 240 എന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ദെൻ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ O തൊട്ട് P വരെ 18 ആണ്, പിന്നെ P തൊട്ട് Q വരെയുള്ള സമയം കൂടെ നമ്മൾ കണക്കാക്കണം അല്ലേ. അപ്പം 18 ഉണ്ട്, P തൊട്ട് Q വരെ എന്ന് വരുമ്പം 6 സെക്കൻഡും കൂടെ വരും കേട്ടോ. ദെൻ അത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ആവറേജ് സ്പീഡ് ഡയറക്ഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ആഡ് ചെയ്ത് വെച്ചാൽ മതി. O തൊട്ട് P വരെ 360 ആണ്, ദെൻ P തൊട്ട് Q വരെ 120 കൂടെ വരുന്നുണ്ട്, ഡിസ്റ്റൻസ് വരുന്നുണ്ട്, ആഡ് ചെയ്യുക. ദെൻ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം 18 + 6 ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചെയ്ത് തന്നെ പഠിച്ചോളുക. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ 5 സെക്കൻഡ് ടു 7 സെക്കൻഡ് ഫ്രം ദ ഗ്രാഫ്. 5 സെക്കൻഡ് തൊട്ട് 7 സെക്കൻഡ് വരെ ഉണ്ടാകുന്ന ആവറേജ് വെലോസിറ്റി ഗ്രാഫ് വന്നിട്ടുണ്ട് കേട്ടോ, അത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആവറേജ് വെലോസിറ്റി 5 to 7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് 7 തൊട്ട് അല്ലെങ്കിൽ 5 തൊട്ട് 7 വരെയുള്ള ആ ഡിസ്പ്ലേസ്മെൻറ്റ് അത് കണ്ടുപിടിക്കണം. x2 - x1 ഡിവൈഡ് ബൈ സമയം t2 - t1 ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ വാല്യൂ നമുക്കറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫല്ല തന്നിരിക്കുന്നത്. അപ്പം 7 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓൾമോസ്റ്റ് 25നും 30ക്കും ഇടയ്ക്കാണ്. അപ്പം ഗ്രാഫിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് 27.4 എന്നാണ്. ദാറ്റ് മൈനസ് ദെൻ 5 സെക്കൻഡിലെ ഇനീഷ്യൽ പോയിൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 5 സെക്കൻഡ് ആണല്ലോ. അപ്പം അത് 10 ആണ്, ഡിവൈഡ് ബൈ സമയം 7 - 5 8.7 മീറ്റർ പെർ സെക്കൻഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സ്ഥിരം ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പഠിച്ചോളുക. ദെൻ അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഷോൺ ഇൻ ഫിഗർ. കൊടുത്തിട്ടുണ്ട് ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഒരു ബോൾ മുകളിലോട്ട് എറിയുന്നുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റിയിൽ എറിയുന്നുണ്ട്, അതിൻ്റെ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോൾ, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദെൻ കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോൾ ഡ്യൂറിങ് 20 സെക്കൻഡ് ഫ്രം ദ ഗ്രാഫ്. ഓൾസോ കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദി ബോൾ ഫ്രം ദ ഗ്രാഫ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യമേ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോൾ, അത് ആ ഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 100 അല്ലേ, 100 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനീഷ്യൽ വെലോസിറ്റി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോൾ ഡ്യൂറിങ് 20 സെക്കൻഡ്. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഏരിയ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് വെച്ചാൽ മതി അല്ലേ. അപ്പം ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി 2 സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, ട്രയാങ്കിളായിട്ട് OABയും അതുപോലെ തന്നെ എന്താണ് CBD എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ BCD എന്ന സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ എന്താണ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല, നോർമലി അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഹാഫ് ട്രയാങ്കിൾ ആകുമ്പം ഹാഫ് BH ആണ്, ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 10 ആണ്, ഹൈറ്റ് 100 ആണ്. അതുപോലെ തന്നെ ചെയ്യുക, അപ്പം 1000 മീറ്റർ എന്ന് കിട്ടും കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം.
Then അടുത്ത ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോൾ ഫ്രം ദ ഗ്രാഫ്. ഗ്രാഫിൽ നിന്നും എന്താണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ. വെലോസിറ്റി ടൈം ഗ്രാഫാണ്. എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫിന് ആക്സിലറേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? സ്ലോപ്പ് അല്ലേ, സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫാണ് കേട്ടോ. സ്ലോപ്പ് നോക്കുക. ദെൻ അപ്പോൾ നോക്കുക, സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഫൈനലും ഉണ്ട്. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് 0-ലാണ്, ഇനീഷ്യൽ വെലോസിറ്റി 100 ആണ് അല്ലേ. അപ്പം അത് നോക്കുക കേട്ടോ. ആൻസർ -10 എന്ന് കിട്ടും. ദെർഫോർ ആക്സിലറേഷൻ ഈസ് -10 m/s. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിലാണ്. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതുപോലെ കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. ഇപ്പോൾ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമുക്ക് നോക്കാം. ഇത് ചോദിച്ചു കണ്ടുള്ളൂ കേട്ടോ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ആൻഡ് ദ നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ സർഫസസ് റിമൈൻസ് ദ സെയിം. പഠിച്ചോളൂ കേട്ടോ. രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ വെൻ ദ നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ സർഫസ് റിമൈൻസ് ദ സെയിം. അതുപോലെ തന്നെ ദ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ FS മാക്സ് ആണ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ ആറെന്നും ചിലപ്പോൾ ടെക്സ്റ്റിൽ ക്യാപിറ്റൽ N എന്നൊക്കെ കൊടുക്കുക. അതിനോട്ട് രണ്ടും സെയിം തന്നെയാണ്. അപ്പം FS മാക്സ് പ്രപ്പോർഷണൽ ടു അല്ലേ, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഓർ FS മാക്സ് ഈസ് ഈക്വൽ ടു μs into R where μs ഈസ് കോൾഡ് കോഎഫിഷ്യൻറ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇതാണ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. Then next is the loss of kinetic friction. Static friction പോലെ തന്നെയാണ് loss of kinetic friction ഉണ്ട്. അപ്പം kinetic friction has a constant value depending on the nature of the two surfaces in contact. Kinetic friction has a constant value which is depending on the nature of the two surfaces in contact. While the kinetic friction between two surfaces is independent of the relative velocities between the surfaces നോക്കിക്കൊള്ളുക. then the kinetic friction is proportional to normal reaction. proportional to normal reaction. kinetic friction FK വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. FK is equal to μk into R where μk is a constant. that constant is known as the coefficient of kinetic friction. അപ്പോൾ അതും പഠിച്ചോളുക. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും 2 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലോസ് ആണ്. ദാറ്റ് ഈസ് എ ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റേഴ്സും അതുപോലെ തന്നെ പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റേഴ്സും കേട്ടോ. അതും പഠിച്ചോളുക. ലോ എന്താണെന്ന് ചോദിച്ചു കാണാറുണ്ട്. ഇഫ് 2 വെക്റ്റേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദ 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് ദ സെയിം ഓർഡർ, then the third side of the triangle in the reverse order represents the vector sum of the vectors. ഇവിടെ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ട്രയാങ്കിൾ ലോ ചെയ്യുമ്പോൾ ഒരു വെക്ടറിൻ്റെ കേട്ടോ, ഒരു വെക്ടറിൻ്റെ ഹെഡിലേക്കാണ് അടുത്ത വെക്ടറിൻ്റെ ടെയിൽ വരുന്നത്. അത് പ്രത്യേകം ഓർത്തോണം കേട്ടോ. ഒരേ ഡയറക്ഷനാണ്, പക്ഷേ റിസൾട്ടൻ്റ് എങ്ങനെയാണ്? റിസൾട്ടൻ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കേട്ടോ. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് സെയിം ഓർഡറിലായിരിക്കും, ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും. സം ചെയ്ത് വെച്ചാൽ R is equal to P plus Q. ക്ലിയർ ആയല്ലോ? അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചോളൂ കേട്ടോ. 2 വെക്റ്റേഴ്സ് ആർ represented by the 2 sides of a triangle both in magnitude and in direction and in the same order, then the third side of the triangle in the reverse order represents the vector sum of the vectors. Then another law ആണ് പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റേഴ്സ്. അതും കൃത്യമായിട്ട് പഠിച്ചോളൂ കേട്ടോ. രണ്ടിൻ്റെയും ടെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ല, ഇനീഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡയഗണലാണ് അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 2 വെക്റ്റേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദ അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. Then the diagonal of the parallelogram starting from the point of intersection of the 2 vectors represent the vector sum of the 2 vectors. അപ്പം രണ്ട് വെക്ടർ ഉണ്ട്. ആ 2 വെക്ടർ ഒരു പാരലോഗ്രത്തിന് 2 സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റ്സ് ഒരു പോയിന്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എന്താ ഡയഗണലാണ്. ഡയഗണലായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം P യും Q ആണെന്നുണ്ടെങ്കിൽ √P² + Q² + 2PQ cos θ ആ രീതിയിലാണ് റിസൾട്ടൻ്റ്. അപ്പോൾ അതൊക്കെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ ഇക്വേഷനൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ലോ നിങ്ങൾ പഠിച്ചോളുക. ദെൻ നെക്സ്റ്റ് വേണം പ്രൊജക്റ്റൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ല, പ്രൊജക്റ്റൈൽ മോഷൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പുള്ള ക്വസ്റ്റ്യനാണ്. അതിൻ്റെ സബ് ക്വസ്റ്റ്യനായിട്ട് 1 മാർക്കിൻ്റെ ഒക്കെ നിരന്തരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രൊജക്റ്റൈൽ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. എ ബോഡി ത്രോൺ വിത്ത് സം ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ദെൻ അലൗഡ് ടു മൂവ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി എലോൺ. അത് പ്രത്യേകം ഓർത്തോണം കേട്ടോ. ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി എലോൺ ഈസ് കോൾഡ് എ പ്രൊജക്റ്റൈൽ. പഠിച്ചോളുക. പിന്നെ ഓർത്തണം ദ ഓൺലി ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പ്രൊജക്റ്റൈൽ ഈസ് എ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ്. ദ പാത്ത് ഓഫ് ദ പ്രൊജക്റ്റൈൽ കേട്ടോ. അത് നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ആ പാത്തിന് പറയുന്ന പേര് ട്രാജക്ടറി എന്നാണ്. അപ്പോൾ അതേതാണ്? പരാബോളയാണ് കേട്ടോ.
the path of the projectile is called parabola അല്ലെങ്കിൽ trajectory of the projectile is a parabola. 1 മാർക്കിൻ്റെ ആയിട്ട് ചോദിക്കുന്നതാണ്. ഗ്രാഫും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഓർക്കേണ്ട കാര്യം പ്രൊജക്റ്റൈൽ മോഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹൊറിസോണ്ടൽ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഹൊറിസോണ്ടൽ മോഷൻ പ്രത്യേകം ഓർത്തോണം. ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയുമ്പം കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. വെർട്ടിക്കൽ മോഷനിലാകുമ്പം കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. ഹൊറിസോണ്ടൽ അല്ലേ, ഹൊറിസോണ്ടലാകുമ്പം കോൺസ്റ്റന്റ് വെലോസിറ്റി, വെർട്ടിക്കൽ മോഷനിലാകുമ്പം കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ് കേട്ടോ. വെർട്ടിക്കൽ മോഷനിലാകുമ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ, ആക്സിലറേഷൻ അവിടെ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഓർക്കേണ്ട കാര്യമാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ മോഷൻ. നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ കമ്പോണന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. വെർട്ടിക്കൽ കമ്പോണന്റ് ചേഞ്ചസ് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ. വെർട്ടിക്കൽ കമ്പോണന്റ് വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണന്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. വെർട്ടിക്കൽ കമ്പോണന്റ് ഡിക്രീസസ് ആസ് എ പ്രൊജക്റ്റൈൽ മൂവ്സ് അപ്പ് ആൻഡ് റീച്ചസ് സീറോ അല്ലേ. വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി മുകളിലോട്ട് പോകുന്നവർ എങ്ങനെയാണ് കുറഞ്ഞു വന്നിട്ട് സീറോ ആവുന്നുണ്ട്. ഹയസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ അത് സീറോ ആയിരുന്നുണ്ട്. At this point the projectile has only the horizontal component of velocity. അപ്പം ആ ടോപ്പ് ഗ്രാഫിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആ ടോപ്പ് പോയിന്റിൽ വരുമ്പോൾ എന്തുള്ളൂ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റേ ഉള്ളൂ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് കണ്ടില്ലേ, യു എക്സ് യു കോസീറ്റ യു എക്സ് മാത്രമേ ഉള്ളൂ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് യു വൈ അവിടെ ഇല്ല. ടോപ്പ് പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പോയിന്റിൽ വരുമ്പോൾ അവിടെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇല്ല. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. Then the vertical component reverses its direction and it increases in the downward direction until it reaches the ground. അത് ഓർത്തോളൂ കേട്ടോ. വെർട്ടിക്കൽ കമ്പോണന്റ് റിവേഴ്സ് ചെയ്യുന്നുണ്ട് ഡയറക്ഷൻ, ദെൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ, അത് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് വരെ കേട്ടോ. പിന്നെ വാല്യൂ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റിയുടെ വാല്യൂ പിന്നെ ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് h a ball is thrown horizontally with a velocity u. Simultaneously another ball is dropped. Which ball will strike the ground first? Will they have the same velocity when they strike the ground? കേട്ടോ, അത് നോക്കിയാലോ കേട്ടോ. ഒരു ടവറിൻ്റെ ടോപ്പിൽ h ഹൈറ്റ് ഉണ്ട്, ഹൊറിസോണ്ടലി ആയിട്ട് നമ്മളൊരു എറിയുവാണ് ബോൾ, യു വെലോസിറ്റിയിലാണ്. അപ്പോൾ അതേ സെയിം സമയം തന്നെ നമ്മളൊരു വേറൊരു ബോൾ ഡ്രോപ്പ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഏത് ബോളാണ് ആദ്യമേ ഗ്രൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്, ബോത്ത് ദ ബോൾസ് വിൽ റീച്ച് ദ ഗ്രൗണ്ട് സൈമൾട്ടേനിയസ്ലി. കാരണം എന്താണ്, ദ ഹൈറ്റ്സ് ഓഫ് ബോത്ത് ബോൾസ് ഫ്രം ദ ഗ്രൗണ്ട് ആർ ദ സെയിം, ഹെൻസ് ദ ടൈം ടേക്കൺ ബൈ ദം ടു റീച്ച് ദ ഗ്രൗണ്ട് ആർ സെയിം കേട്ടോ, ഓർത്തോളൂ. പിന്നെ രണ്ടാമത്തെ ബി പാർട്ട് എന്താണ്, വിൽ ദേ ഹാവ് സെയിം വെലോസിറ്റി വെൻ ദേ സ്ട്രൈക്ക് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ വരുമ്പോൾ അതിന് സെയിം വെലോസിറ്റി ആയിരിക്കുമോ, ഇല്ല അല്ലേ. ബോള് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വെർട്ടിക്കൽ വെലോസിറ്റി വിൽ ബി സെയിം, ആൻഡ് വെർട്ടിക്കൽ വെലോസിറ്റി സെയിം ആയിരിക്കും അല്ലേ. ബട്ട് ദ ഹൊറിസോണ്ടൽ വെലോസിറ്റി എങ്ങനെയാണ്, വെർട്ടിക്കൽ വെലോസിറ്റി സെയിം ആയിരിക്കും, പക്ഷേ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടല്ലോ അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഹെൻസ് ദീസ് റിസൾട്ടൻറ്റ് വെക്ടേഴ്സ് വിൽ ബി ഡിഫറെൻറ്റ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ സെയിം വെലോസിറ്റിയിലായിരിക്കില്ല, ഹൊറിസോണ്ടൽ വെലോസിറ്റി അവിടെ ഡിഫറെൻ്റ് ആയിരിക്കും. വെർട്ടിക്കൽ വെലോസിറ്റി സെയിം ആണ്, പക്ഷേ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിസൾട്ടൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിഫറെൻറ്റും ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചോളൂ, കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി തന്നെ പഠിച്ചോളൂ. ഇതൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, താങ്ക് യു.